ഐഡ കൊച്ചി 2026 ദേശീയ നൃത്തോത്സവം ജൂലൈ 23 മുതൽ 26 വരെ കൊച്ചി ചാവറ കൾച്ചറൽ സെൻ്ററിൽ നടക്കും. ഓൾ ഇന്ത്യ ഡാൻസേഴ്സ് അസോസിയേഷൻ ഐഡ, സൂരജ് നായരുടെ നാട്യശാല കൊച്ചി, ചാവറ കൾച്ചറൽ സെൻ്റർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി. ഐഡ ഡയറക്ടർ ഡോക്ടർ ജി രതീഷ് ബാബു, നാട്യശാല ഡയറക്ടർ സൂരജ് നായർ എന്നിവർ നേതൃത്വം നൽകുന്ന ഈ 4 ദിന നൃത്തോത്സവത്തിൽ ദിവസവും രാവിലെ 8:30 മുതൽ രാത്രി 9:30 വരെ മത്സരങ്ങളും കലാപരിപാടികളും അരങ്ങേറും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രമുഖ ഗുരുക്കന്മാരും കലാകാരന്മാരും ആയിരക്കണക്കിന് നർത്തകരും ഐഡ കൊച്ചി 2026 പങ്കാളികളാകും. കേരളത്തിലെ ഏറ്റവും വലിയ നൃത്തമേളകളിൽ ഒന്നായി മാറുന്ന ഈ വർഷത്തെ ഉത്സവത്തിൽ ഏകദേശം 320 നർത്തകരാണ് സോളോ, ഡുയറ്റ്, ട്രയോ, ഗ്രൂപ്പ് വിഭാഗങ്ങളിലായി പങ്കെടുക്കുന്നത്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥക്, ഒഡീസി, നാടോടി നൃത്തങ്ങൾ, സെമി ക്ലാസിക്കൽ, കണ്ടംപററി, ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി മത്സരങ്ങൾ സംഘടിപ്പിക്കും. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും സർട്ടിഫിക്കറ്റും സ്മാരക ഉപഹാരവും നൽകും. കൂടാതെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് പ്രത്യേക ഗ്രേഡിങ്ങും അംഗീകാരവും ലഭിക്കും. 3 ശാസ്ത്രീയ നൃത്ത ഇനങ്ങളിലും ഒരു നോൺ ക്ലാസിക്കൽ ഇനത്തിലുമായി മികവ് തെളിയിക്കുന്ന 5 മികച്ച നർത്തകരെ ഈ വർഷത്തെ അഭിമാനകരമായ ഊർവശി പുരസ്കാർ 2026 നൽകി ആദരിക്കും. മഹോത്സവത്തിനിടെ അവതരിപ്പിക്കുന്ന നാടോടി നൃത്തത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കലാകാരന് ശ്രീ ജയൻ സ്മാരക പുരസ്കാരം സമ്മാനിക്കും. ഇന്ത്യൻ നൃത്ത പാരമ്പര്യത്തിൻ്റെ മഹത്വവും യുവപ്രതിഭകളുടെ കലാമികവും ഒരേ വേദിയിൽ ആഘോഷിക്കുന്ന ഐഡ കൊച്ചി 2026 കലാപ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമായിരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഐഡിയയുമായിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് കൊളാബറേഷൻ, ഞാൻ നാട്യശാല ഡയറക്ടറാണ്, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആദ്യത്തെ കൊളാബറേഷനാണ്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ഫാദറും ഉണ്ട്. ആ സെന്റർ എപ്പോഴാണെങ്കിലും ചെന്ന് ജൂനിയർ ഓപ്പൺ ഏജ് കാറ്റഗറൈസേഷൻ ആണ് ഉദ്ദേശിച്ചത്. അത് ഇവന്റാണ്. ഇവന്റ് നമ്മുടെ ഇന്ത്യൻ സാംസ്കാരിക വകുപ്പ് അംഗീകരിച്ച 8 ശാസ്ത്രീയ നൃത്ത ഇനങ്ങളുണ്ട്. അതിലും നോൺ ക്ലാസിക്കൽ എന്നുള്ളത് ഓരോന്നും വേരി ചെയ്തിരിക്കും. ഇപ്പൊ ഫോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ടൈറ്റിലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ തമിഴ്നാട്ടിൽ ഒരു ഫോക്ക് ഫോം ആയിരിക്കില്ല, ചിലപ്പം ഒരു പുറത്തുനിന്ന് വരുന്ന മറ്റൊരാൾ.